സഹോദരങ്ങളെ, നമ്മുടെ ഇബാദത്തുകൾ, അതുപോലെ തന്നെ നമ്മുടെ പെരുമാറ്റങ്ങൾ, മറ്റുള്ളവരോടുള്ള നമ്മുടെ ഇടപാടുകൾ, അതിലൊക്കെ നാം സലഫികളായിരിക്കണം. രാത്രി നിസ്കാരം ഒഴിവാക്കുന്ന ഒരാളാണെങ്കിൽ അയാൾ എന്ത് സലഫിയത്താണ് വാദിക്കുന്നത്? രാത്രി നിസ്കാരത്തിൽ പങ്കില്ലാത്തവൻ. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഷെയ്ഖ് അലി തുവൈജിരി ഹഫിളഹുല്ലയെ സന്ദർശിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ ഷെയ്ഖ് പറഞ്ഞു, ഞാൻ ഒരു യാത്രയിൽ ഒരു വിദ്യാർത്ഥിയെ കണ്ടു. ആ വിദ്യാർത്ഥിയോട് ഞാൻ വിത്ർ നിസ്കരിച്ചു എന്ന് ചോദിച്ചപ്പോൾ അവൻ എന്നോട് പറയാണ് വിത്ർ നിസ്കരിച്ചില്ല. ഷെയ്ഖ് പറഞ്ഞു, സലഫി വിത്ർ നിസ്കരിക്കാതിരിക്കുകയോ? അപ്പോൾ അമലുകളിൽ മുന്നേറേണ്ടവരാണ് നമ്മൾ. അതുപോലെ തന്നെ സുന്നത്ത് നിസ്കാരങ്ങൾ, റവാത്തിബ് സുന്നത്ത് നിസ്കാരങ്ങൾ, ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹയുടെ ഹദീസിൽ വന്നതുപോലെ 12 റക്അത്തുകൾ, ഇബ്നു ഉമറിന്റെ ഹദീസിൽ വന്നതുപോലെ 10 റക്അത്തുകൾ റവാത്തിബ്. രണ്ടഭിപ്രായവുമുണ്ട്, 10ഉം 12ഉം. ഷെയ്ഖ് അബ്ദുൽ മുഹ്സിൻ അൽ അബ്ബാദ് അൽ ബദർ ഹഫളഹുല്ലാഹ് പറയുന്നു, രണ്ടാണെങ്കിലും അനുവദനീയമാണ്. 10 നിസ്കരിക്കുന്നവർക്ക് അങ്ങനെ നിസ്കരിക്കാം, 12 ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ കൂടെയുള്ളവരോടുള്ള പെരുമാറ്റം, ഇതിലൊക്കെ നമ്മുടെ സലഫിയത്ത് സഹോദരങ്ങളെ പ്രകടമാകണം. ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ആളുകളാകേണ്ടതാരാണ്? നമ്മളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുന്ന സലഫികളാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ സ്വഭാവം നാം നന്നാക്കണം, മറ്റുള്ളവരോട് ഏറ്റവും നല്ല രീതിയിൽ നാം വർത്തിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ പരസ്പരം ഹദിയകൾ നൽകിയും നമുക്കിടയിലുള്ള ബന്ധം നാം ഊട്ടിയുറപ്പിക്കാൻ വേണ്ടി ശ്രമിക്കണം. നമ്മുടെ വീടുകളിൽ നമ്മൾ സലഫികളായിരിക്കണം. ഭാര്യമാരോടുള്ള പെരുമാറ്റത്തിൽ നമ്മൾ സലഫികളായിരിക്കണം. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, ഞാൻ എന്തൊരു കാര്യം ആഗ്രഹിച്ചാലും ഹറാമല്ലാത്ത കാലത്തോളം പ്രവാചകൻ എന്നോടത് വേണ്ട എന്ന് പറയില്ല. പ്രവാചകൻ സമ്മതിക്കുമായിരുന്നു. ഈ രൂപത്തിൽ ഭാര്യമാരോട് ഏറ്റവും നല്ല ബന്ധം വെക്കുന്ന ആളുകൾ. ഇനി പ്രവാചകന്റെ കൂടെയുള്ളവരോട് ഏറ്റവും നല്ല ബന്ധം വെക്കുന്നവരായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു സംഭവം മാത്രം ഞാൻ പറയാം. വളരെ ഒരുപക്ഷെ പല ആളുകളും കേട്ടിട്ടുള്ള സംഭവമായിരിക്കാം. സാഹിർ ബിൻ ഹറാം റളിയല്ലാഹു അൻഹു, അദ്ദേഹം ബദവിയാണ് എന്ന് പറഞ്ഞാൽ ഗ്രാമപ്രദേശങ്ങളിൽ താമസിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹം കുറച്ച് മാസങ്ങളൊക്കെ കൂടുമ്പോൾ അദ്ദേഹത്തിന്റെ ഗ്രാമത്തിൽ നിന്ന് സാധനങ്ങൾ ശേഖരിച്ചു കൊണ്ടുവന്ന് മദീന മാർക്കറ്റിൽ വിൽക്കും. എപ്പോഴും വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എന്തെങ്കിലും ഹദിയ നൽകും. പ്രവാചകൻ അത് സ്വീകരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം തിരിച്ചു പോകുമ്പോൾ പ്രവാചകൻ എന്തെങ്കിലും തിരിച്ച് ഹദിയ കൊടുക്കും. അദ്ദേഹത്തിന്റെ സിഫാത്തുകൾ ഹദീസിൽ കാണാൻ ഭംഗിയില്ലാത്ത വളരെ വിരൂപിയായ ഒരു സഹാബിയായിരുന്നു സാഹിർ ബിൻ ഹറാം റളിയല്ലാഹു അൻഹു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇടയ്ക്കിടെ സന്ദർശിക്കുകയും ഇത്തരത്തിൽ ഹദിയ കൊടുക്കുകയും ചെയ്യുന്ന പതിവുണ്ടായി. അങ്ങനെ ഒരു ദിവസം അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിലേക്ക് വന്നു. പ്രവാചകൻ വീട്ടിലുണ്ടായിരുന്നില്ല. പ്രവാചകൻ എവിടെയെന്ന് ചോദിച്ചു. അറിയില്ല എന്ന് പറഞ്ഞു. ആരാലും അവഗണിക്കപ്പെടുന്ന ഒരു സഹാബിയായിരുന്നു. അദ്ദേഹത്തിന് തീരെ രൂപമില്ല, നാട്ടുകാരായി ബന്ധമില്ല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ വന്നപ്പോൾ അവിടുന്ന് പറയപ്പെട്ടു, സാഹിർ പ്രവാചകനെ താങ്കളെ തേടി വന്നിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? സാധാരണക്കാരനല്ലേ, നാളെ നോക്കാം എന്നല്ല. പ്രവാചകൻ നേരെ വീട്ടിൽ നിന്ന് ഇറങ്ങി സാഹിറിനെ കാണാൻ. സാഹിർ എവിടെയായിരിക്കും ഉണ്ടാവുക? സാധാരണ വന്നാൽ സാധനങ്ങൾ വിൽക്കാൻ മാർക്കറ്റിലുണ്ടാകും. മാർക്കറ്റിലേക്ക് പോയി. സാഹിറിനെ വിദൂരത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദൂരെ നിന്ന് കണ്ടു. അദ്ദേഹം സാധാരണ ഗ്രാമീണർ ധരിക്കുന്ന വസ്ത്രം ധരിച്ച് സാദാ വസ്ത്രത്തിൽ ആ കഠിനമായ ചൂടിൽ അദ്ദേഹത്തിന്റെ ചരക്കുകൾ വിൽക്കാൻ നിൽക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാഹിറിനെ കണ്ടപ്പോൾ പതുക്കെ പിന്നിൽ നിന്ന് സാഹിറിനെ പോയി പിടിച്ചു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, മൻ യശ്തരി മിന്നി, ആരാണ് എന്നിൽ നിന്ന് ഇവനെ വാങ്ങിക്കുക എന്ന് ചോദിച്ചു. അടിമക്കച്ചവടം നടക്കാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ചോദിച്ചു തമാശ രൂപത്തിൽ, മൻ യശ്തരി മിന്നി. സാഹിർ റളിയല്ലാഹു അൻഹു എങ്ങനെയെങ്കിലും കുതിരി മാറാൻ വേണ്ടി ശ്രമിച്ചു. അദ്ദേഹം ആകെ പരിഭ്രാന്തനായി, എന്നെ ആരാണ് വിൽക്കുന്നത്? ഞാൻ അടിമയല്ല, ആരാണ് എന്നെ വിൽക്കുന്നത്? വീണ്ടും മൻ യശ്തരി മിന്നി എന്ന് ചോദിച്ചു. ചുറ്റുമുണ്ടായിരുന്ന സഹാബികൾ ആ അവസ്ഥ കണ്ട് അവർ ചിരിക്കുകയാണ്. അവർ കണ്ടപ്പോൾ, അവർ പ്രത്യേകിച്ച് അവരുടെ മുഖഭാവമൊന്നും മാറ്റമില്ലാതെ കണ്ടപ്പോൾ സാഹിർ റളിയല്ലാഹു അൻഹുവിന് മനസ്സിലായി, ഇത് എന്നെ പിടിച്ചിരിക്കുന്നത് വിൽക്കാനല്ല. തിരിഞ്ഞു നോക്കിയപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. സഹോദരങ്ങളെ, സാഹിർ റളിയല്ലാഹു അൻഹു ഇത് പ്രവാചകനാണെന്ന് അറിഞ്ഞപ്പോൾ പ്രവാചകന്റെ ശരീരത്തോട് ചാർന്നു നിന്നു. കാരണം പ്രവാചകനാണ് എന്നെ പിടിച്ചിരിക്കുന്നത്, അദ്ദേഹത്തോട് ചേർന്ന് നിൽക്കാൻ സാധിക്കുമെങ്കിൽ എത്ര വലിയ അനുഗ്രഹമാണ്. ചേർന്ന് നിന്നു. അങ്ങനെ സാഹിർ റളിയല്ലാഹു അൻഹു പ്രവാചകനോട് പറഞ്ഞു, പ്രവാചകരെ, താങ്കൾക്ക് എന്നെ വിൽക്കണമെങ്കിൽ താങ്കൾ എന്നെ വിറ്റുകൊള്ളുക. പക്ഷെ ഒരു കാര്യമുണ്ട്, എനിക്ക് രൂപമില്ല, എന്നെ ആരും സ്വീകരിക്കുകയില്ല, ഒരു വിലയും എന്നെ വിറ്റാൽ താങ്കൾക്ക് കിട്ടണമെന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുവരെ ഇത്രയും നല്ല പെരുമാറ്റത്തിൽ തമാശ രൂപത്തിൽ സാഹിറിനോട് സംസാരിച്ച ഈ സമീപനം മാറ്റി പ്രവാചകൻ പറഞ്ഞു, വലാകിന്നക ഇൻദല്ലാഹി ഗാലിൻ. സാഹിറെ, നീ ജനങ്ങളുടെ മുമ്പിൽ വിലയില്ലാത്തവനാണെങ്കിലും വിരൂപിയാണെങ്കിലും അള്ളാഹുവിനരികിൽ നിനക്കുള്ള സ്ഥാനം വളരെ വലുതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഹദീസുകളിൽ കാണാം. അതുകൊണ്ട് സഹോദരങ്ങളെ, പറഞ്ഞതിന്റെ ഉദ്ദേശം നമ്മുടെ സ്വഭാവം നാം നന്നാക്കണം. നമ്മുടെ കൂട്ടുകാർ, അതുപോലെ തന്നെ സുഹൃത്തുക്കൾ, അവരോടൊക്കെ ഏറ്റവും നല്ല നിലയിൽ നാം വർത്തിക്കണം.
വിട്ടുവീഴ്ച കഴിവിന്റെ പരമാവധി നാം ചെയ്യുക. ഫല്യഅഫു വല്യസ്ഫഹു, നിങ്ങൾ വിട്ടുവീഴ്ച കാണിക്കുക. എന്താണ് നിങ്ങൾക്കുള്ള നേട്ടം? അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറ അല്ലാഹു ലക്കും, അല്ലാഹു നിങ്ങൾക്ക് മാപ്പ് നൽകും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഏറ്റവും നല്ല സാഹോദര്യ ബന്ധം നിങ്ങൾക്കിടയിൽ ഉണ്ടാകണം. അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് പരസ്പരം സഹകരിക്കണം, അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് പരസ്പരം സ്നേഹിക്കണം. അതാണ് യഥാർത്ഥ സലഫി മൻഹജ് എന്ന് പറയുന്നത്. അതാണ് താബിഈങ്ങൾക്കിടയിലും സ്വഹാബത്തിനിടയിലും അവരുടെ ജീവിതത്തിനിടയിലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ബന്ധം നമുക്കിടയിൽ നിലനിർത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നിരന്തരം അള്ളാഹുവിനോട് അതിനുവേണ്ടി ചോദിച്ചുകൊണ്ടേയിരിക്കുക. അള്ളാഹുവിലേക്ക് സ്ഥിരമായി കരങ്ങൾ നീട്ടിയാൽ അള്ളാഹു തള്ളിക്കളയുകയില്ല എന്ന വാഗ്ദാനം സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇന്നലെ നമ്മൾ മുവർരിഖ് അൽ-ഇജ്ലി റഹിമഹുള്ളയെ കുറിച്ച് പറഞ്ഞിരുന്നു. 20 വർഷം ദുആ ചെയ്തപ്പോൾ അള്ളാഹു ആവശ്യം നിലനിർത്തി കൊടുത്തു. അതുകൊണ്ട് നിരന്തരമായി അള്ളാഹുവിനോട് ചോദിക്കുക. അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.